This is 24. Hello, good afternoon. The political theatre of India, മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇരുളിൽ പിറന്നു വീണ മഹാരാഷ്ട്ര സർക്കാരിന്റെ ആയുസ് നാളെ രാവിലെ 10:30 വരെ മാത്രമോ. സുപ്രീം കോടതിയിൽ നാളെ അടിയന്തരമായി മഹാരാഷ്ട്ര സർക്കാർ തങ്ങളുടെ പിന്തുണയുള്ള MLA-മാരുടെ ലിസ്റ്റ് സുപ്രീം കോടതിക്ക് സമർപ്പിക്കണം. സാധിക്കുമോ ഫട്നാവിസിന് എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. അടിമുടി സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്നു മറാത്ത പൊളിറ്റിക്സിൽ. പവർ പ്ലേ ടു കണ്ടിന്യൂ, അല്ലേ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമായിരിക്കും ഈ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നാളെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രേഖകളടക്കം ഗവർണറുടെ നടപടി സാധൂകരിക്കുന്ന രേഖകൾ, ഫട്നാവിസിന്റെ കയ്യിലുള്ള സർക്കാരിനുള്ള ഭൂരിപക്ഷമുണ്ട് എന്നുള്ള രേഖകൾ, ഇവയെല്ലാം തന്നെ നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ പോവുകയാണ്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം സുപ്രീം കോടതി എടുക്കുക. എനിക്ക് തോന്നുന്നു ഫ്ലോർ ടെസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു വളരെ പെട്ടെന്ന് എന്നുള്ളതാണ്. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ഒപ്പം റോത്തങ്കി സുപ്രീം കോടതി പറഞ്ഞു നാളെ ഹാജരാക്കണം സംസ്ഥാന സർക്കാരിന് പിന്തുണയുള്ള MLA-മാരുടെ കത്തുകൾ. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സ്വാഗതം. ന്യൂസ് ട്രാക്ക് 1710 ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്തയിലേക്ക് സ്വാഗതം. അത് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ അടിയന്തര വിശ്വാസ വോട്ടെടുപ്പില്ല. മഹാവികാസ് അഘാഡിയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ഫട്നാവിസ് സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർക്ക് കൈമാറിയ രേഖകൾ സമർപ്പിക്കാൻ ഉത്തരവ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കും. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. മഹാരാഷ്ട്രയിൽ NCP MLA-മാരെ ഒപ്പം നിർത്താനുള്ള BJP നീക്കം പാളുന്നു. അജിത് പവാറിനൊപ്പമുള്ള ഒരാൾ കൂടി തിരിച്ചെത്തി. 51 MLA-മാരുടെ പിന്തുണക്കത്തുമായി ജയന്ത് പാട്ടീൽ ഗവർണറെ കണ്ടു. MLA-മാർക്ക് കാവലൊരുക്കി ശിവസേന. ഇടുക്കി മുട്ടുകാടിൽ ജീപ്പ് മറിഞ്ഞ് 2 മരണം, പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് തോട്ടം തൊഴിലാളികൾ. സഞ്ചരിച്ച വാഹനം, പരിക്കേറ്റവരുമായി പോയ ആംബുലൻസ് തേനിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികനും ദാരുണാന്ത്യം. ഷഹലാഷറിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യം തേടി താലൂക്ക് ആശുപത്രി ഡോക്ടർ ജിസാമെറിൻ ഹൈക്കോടതിയിലേക്ക്. ആന്റിവനമില്ലായിരുന്നുവെന്ന് ഡോക്ടറുടെ പ്രസ്താവന വ്യാജമെന്ന് DMO. അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നാളെ മുതൽ നിരാഹാര സമരത്തിന്. RSP ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വിടവാങ്ങിയത് ദീർഘകാലം പശ്ചിമബംഗാളിൽ RSPയെ നയിച്ച നേതാവ്. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഇന്നിംഗ്സ് ജയത്തിലേക്ക്. 241 റൺസ് ലീഡ് നേടിയ ഇന്ത്യയുടെ ജയം 4 വിക്കറ്റ് അകലെ. രണ്ടാം ഇന്നിംഗ്സിലും 4 വിക്കറ്റ് പിഴുത് ഇഷാന്ത് ശർമ്മ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം. കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിക്കുന്നു. തത്സമയത്തിലേക്ക്. तीनों दलों ने भारतीय राष्ट्रीय कांग्रेस, राष्ट्रवादी कांग्रेस और शिवसेना द्वारा पेश किया गया था और इस विषय का महत्व समझकर आज इतवार होते भी आदरणीय उच्चतम न्यायालय ने हमारी बात सुनी. जो फैसला दिया है कि कल 10:30 बजे मामला फिर से सुना जाएगा और उच्चतम न्यायालय ने मुख्यमंत्री, उप मुख्यमंत्री, माननीय राज्यपाल महोदय को अपनी अपनी बात और सारे कागजात सामने रखने के लिए कहे हैं. हमारी मांग ये है कि ये फडणवीस सरकार एक नाजायज सरकार है, इलेजिटिमेट सरकार है, इसे सत्ता में रहने का कोई अधिकार नहीं है. इसलिए तुरंत बिना किसी घोड़ा बाजार के बगैर तुरंत कल ही फ्लोर टेस्ट करने का आदेश दे. और मैं पूरी उम्मीद है कि हमारे पास जो संख्या है, हमने जो कागजात पेश किए हैं, उसके आधार पर माननीय उच्चतम न्यायालय कल हमारे पक्ष में फैसला देगी, महाराष्ट्र की जनता के पक्ष में फैसला देगी. क्योंकि ये एक नाजायज सरकार एक दिन भी सत्ता में रहने के लायक नहीं है. और इसका एक ही फैसला जो है, जो सुप्रीम कोर्ट का जो निर्णय है, इसका निर्णय
फ्लोर टेस्ट के माध्यम से विधानसभा के पटल पे ही इसका निर्णय होगा। हम मांग करते हैं कि तुरंत ये फैसला करने के आदेश माननीय उच्चतम न्यायालय दें। सर, आपके वकीलों ने कहा कि मेजॉरिटी के लिए वो आज भी तैयार है। क्या आप लोगों की यही मांग थी, लेकिन सुप्रीम कोर्ट ने 22 का वक्त दिया है। सर, आपके वकीलों ने लगातार दलील दी कि हम मेजॉरिटी टेस्ट के लिए तैयार हैं। क्या आप नंबर्स को लेकर श्योर हैं? अगर हम फ्लोर टेस्ट की मांग कर रहे हैं, इसका मतलब क्या है कि हम अगर श्योर नहीं होते तो हम फ्लोर टेस्ट की मांग क्यों करते? और जो लोग फ्लोर टेस्ट करने से कतरा रहे हैं, जो कोई टेक्निकल मुद्दे निकालकर समय मांग रहे हैं, एक वकील साहब ने 5 दिन का समय मांगा, किसी ने 4 दिन का समय मांगा। अगर सरकार के पास बहुमत है तो तुरंत फ्लोर टेस्ट से क्यों कतरा रही सरकार? सर, कितना आंकड़ा है? अगर जिस दिन फ्लोर टेस्ट होगा, ये साबित हो जाएगा कि महाराष्ट्र के हक में बनाई हुई तीनों दलों की अलायंस के पास संपूर्ण बहुमत है, बल्कि संपूर्ण बहुमत से भी बहुत ज़्यादा अधिक विधायक हैं। और ये भी साबित हो जाएगा कि एक नाजायज़ सरकार का गठन रातों रात चोरी छुपे करने वाली भाजपा और अजीत पवार जी के पास न विधायक 22 और 23 तारीख की रात को थे, न आज हैं, और न जिस दिन फ्लोर टेस्ट होगा उस दिन। वो लोग फ्लोर टेस्ट जो इस देश के एसआर बोमई के संवैधानिक पीठ के अनुरूप किया जाना है, उससे बच रहे हैं। इससे साफ है कि उनके पास ना विधायक है ना बहुमत। वो एक नाजायज सरकार का रातों रात गवर्नर के ऑफिस का दुरुपयोग कर उन्होंने एक सरकार बना ली है। जिस दिन फ्लोर टेस्ट होगा, उनका अल्पमत साबित हो जाएगा और इस महाराष्ट्र की पक्षधर अलायंस का बहुमत साबित होगा। राज्यपाल को जो चिट्ठी दी गई है, सर, राज्यपाल को जो चिट्ठी दी गई है वो उसके बारे में जानकारी मांगी गई है, तो आपको लगता है उससे जो है तस्वीर साफ होगी? अगर भारतीय जनता पार्टी ये दावा कर रही है कि उनके पास आंकड़े हैं, तो वो फ्लोर टेस्ट से भाग क्यों रहे हैं? विधानसभा में अपना बहुमत साबित करने से डर रहे हैं। वो क्यों इस बात से गुरेज कर रहे हैं कि उनके पास अगर बहुमत है तो कल आज ही विधानसभा बुलाइए, अदालत को छोड़िए, दूध का दूध पानी का पानी सामने आ जाएगा और बहुमत साबित हो जाएगा। പൃഥ്വിരാജ് ചവാനും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാനും ഒപ്പം രൺദീപ് സുർജേവാലയും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. कोई बयान 20 नवंबर का नहीं आया। मराठी में सर बोलेंगे, एक अनौपचारिक तौर से कानून मंत्री ने राज्यपाल की ओर से ये कहा था, वो भी ऑफिशियली नहीं कहा। मुझे नहीं पता ये 30 तारीख आई कहाँ। തുടരും ഈ മഹാരാഷ്ട്രയിലെ മഹാനാടകം. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. അടിയന്തരമായി വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന ത്രികക്ഷി സഖ്യത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ഹർജികളല്ല ഇതെന്ന BJPയുടെ വാദവും കോടതി അംഗീകരിച്ചില്ല. പകരം കേസിലെ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചു. സർക്കാർ രൂപീകരിക്കുന്നതിന് ആധാരമായ രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം തങ്ങൾക്കാണെന്നാവശ്യപ്പെട്ട് ദേവേന്ദ്ര ഫട്നവിസ് സമർപ്പിച്ച കത്തും സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള ഗവർണറുടെ കത്തും ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നാളെ 10:30 ഹർജികൾ വീണ്ടും പരിഗണിക്കുക. R രാധാകൃഷ്ണനും ലിജോ വർഗീസും ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, നിലവിൽ 2 പ്രധാനപ്പെട്ട രേഖകളാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ മഹാരാഷ്ട്ര നാടകത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിക്കാൻ നാളെ 10:30 എന്ന ഡെഡ് ലൈൻ നിശ്ചയിച്ചിരിക്കുന്നു സുപ്രീം കോടതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിത് പവാർ നാളെ ഹാജരാക്കാൻ പോകുന്ന NCP MLA-മാരുടെ എണ്ണം പറഞ്ഞുകൊണ്ടുള്ള പിന്തുണക്കത്താണ്. അത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി വരുന്ന 24 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് അജിത് പവാറിനെ സംഘടിപ്പിക്കാൻ സാധിച്ചാൽ മഹാരാഷ്ട്ര നാടകത്തിലെ ട്വിസ്റ്റ് ഇതേപോലെ തുടരും. അതല്ലെങ്കിൽ നാളെ ഫട്നവിസ് രാജിവെക്കേണ്ടി വരും. അതല്ലേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും അരുൺ, നമുക്ക് ഈ നിലവിലുണ്ടായിട്ടുള്ള വാദഗതികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്ന നിലവിൽ നമ്മുടെ മുന്നിലുള്ളത് NCP അവകാശപ്പെടുന്ന 50 MLA-മാരുടെ പിന്തുണ, പാർട്ടിയിലുള്ള ആകെ 84 പേരിൽ 50 പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് ശരത് പവാർ അവകാശപ്പെടുകയും അതനുസരിച്ചുള്ള ഹർജിയാണ് നൽകുകയും ചെയ്യുക എന്ന് അവകാശപ്പെട്ടിരുന്നതെങ്കിൽ 41 പേരുടെ പിന്തുണ മാത്രമാണ് NCP അവകാശപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു വസ്തുതയുണ്ട്. ഈ വസ്തുത പരിശോധിക്കുന്ന ഘട്ടത്തിൽ
അതിനെ പരിശോധിച്ച് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ തീരുമാനം അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യം നെക്ക് ടു നെക്ക് ആണ് എന്ന രീതിയിൽ വിലയിരുത്താൻ തക്ക വിധത്തിൽ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഈ 41-ഉപരിയായി 50 പേരുടെ പിന്തുണയായി അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാകുന്നു എന്നത് ഒരു വശം. രണ്ടാമത്തത് സമർപ്പിക്കപ്പെട്ട റിട്ട് ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടാണ്. ഈ റിട്ട് ഹർജിയുമായി ബന്ധപ്പെട്ട് എക്സിബിറ്റുകളായി വിവിധ രേഖകൾ പറയുന്നുണ്ടെങ്കിലും ഈ രേഖകളൊന്നും ഇന്ന് ഹാജരാക്കാൻ ഈ ഭാഗത്തിന് സാധിച്ചിരുന്നില്ല. ഇതിന്റെ ഭാഗമായി ഒരു അപേക്ഷയുണ്ടായിരുന്നു. ഈ രേഖകൾ ഹാജരാക്കാതെ ഈ കേസ് കേൾക്കാൻ തയ്യാറാകണം എന്നതടക്കമുള്ള ഒരു അപേക്ഷയുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ഈ രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സുപ്രീം കോടതി ഈ രേഖകളെ ആശ്രയിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് ഒരു ഇൻട്രീം ഡിസിഷനിലേക്ക് പോകാതിരിക്കാൻ കാരണമായി എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. കോടതിയിൽ നിന്നും ആ വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നാളെ വരാൻ പോകുന്നത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണറുടെ മുന്നിൽ എത്തിയിട്ടുള്ള രേഖകളാണ്. ആ രേഖകൾ സുപ്രീം കോടതി പരിശോധിക്കും. ആ രേഖകളുടെ ന്യായ അന്യായങ്ങളെ കുറിച്ച് പരിശോധിക്കുന്നതിന് മുൻപ് ആ രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത് ഗവർണറുടെ മുന്നിൽ ആവശ്യത്തിന് അല്ലെങ്കിൽ ഗവർണർക്ക് ഭൂരിപക്ഷം ബോധ്യപ്പെടാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് വിലയിരുത്താതെ ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ അനുവാദം നൽകി എന്നുള്ളതാണ് ബേസിക് കണ്ടന്റ് ഓഫ് ദിസ് ഈ റിട്ട്. അതുകൊണ്ട് തന്നെ ആ വാദത്തിലായിരിക്കും സുപ്രീം കോടതി ആദ്യ പരിശോധന നടത്തുക. ഗവർണർക്ക് നാളെ ഹാജരായി അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ വഴി നാളെ ഹാജരായി ഈ വാദങ്ങൾക്ക് അനുബന്ധമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ തൻ്റെ പക്കലുള്ള കത്തടക്കമുള്ളവ സമർപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ഈ കത്ത് വ്യാജമാണോ അല്ലയോ എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീടാണ് തീരുമാനിക്കേണ്ടത്. ഈ കത്തുണ്ടോ, ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഭൂരിപക്ഷം ബോധ്യപ്പെട്ടതിന് ശേഷമാണോ നടപടികളിലേക്ക് കടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാകും ആദ്യം കോടതി വിലയിരുത്തുക. അതിനുശേഷം ഈ എതിർഭാഗം സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ അനുബന്ധമായി അവർ സമർപ്പിക്കാൻ പോകുന്ന രേഖാപരമായിട്ടുള്ള കത്തടക്കമുള്ള കാര്യങ്ങൾ ഇതൊക്കെ കോടതി പരിശോധിച്ചുകൊണ്ട് ഫ്ലോർ ടെസ്റ്റ്. ഇപ്പോൾ ഈ 3 പാർട്ടികളും കാര്യങ്ങൾ പലതൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളെങ്കിലും ഏറ്റവും അടിസ്ഥാനമായിട്ട് അംഗബലം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സമയപരിധിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു തർക്കം നിലനിൽക്കുന്നത്. ഈ തർക്കം കോടതിയെ സംബന്ധിച്ച് ഈ അംഗബലം തെളിയിക്കാനായിട്ടുള്ള ഫ്ലോർ ടെസ്റ്റ് എന്നതിലുപരി മറ്റൊരു കാര്യത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം കൈക്കൊള്ളുകയും സാധ്യമല്ല. ചുരുക്കത്തിൽ നാളെ രാവിലെ 10:30 കോടതി പരിഗണിക്കുന്നത് ആദ്യം ദേവേന്ദ്ര ഫട്നാവിസ് ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഗവൺമെന്റ് രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ള റിക്വസ്റ്റ്, രണ്ടാമത്തത് അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള MLA-മാരുടെ പേരും അവരുടെ ഒപ്പുകളും അല്ലെങ്കിൽ അവരുടെ സത്യവാങ്മൂലം. അത് അജിത് പവാറാണ് NCPക്ക് വേണ്ടി ഫട്നാവിസിന് കൊടുക്കുകയും അത് ഫട്നാവിസ് അറ്റാച്ച് ചെയ്യുകയും ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടിരുന്നത്. ഒരുപക്ഷെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടി ഗവർണർക്ക് രേഖാമൂലം അങ്ങനെ ഒരു കത്ത് കൊടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊരു ഗവൺമെന്റ് നടപടിക്രമം മാത്രമാണ്. സ്വാഭാവികമായും അത് രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ആ കത്ത് ദേവേന്ദ്ര ഫട്നാവിസ് കൊടുത്തിട്ടുണ്ടാവും. പ്രശ്നം നിൽക്കുന്നത് അജിത് പവാർ എത്ര MLA-മാരുടെ പിന്തുണ കത്ത് കൊടുത്തു എന്ന വിഷയത്തിലാണെങ്കിൽ നാളെ ഈ കത്ത് സമർപ്പിക്കാൻ അജിത് പവാറിന് ചുരുങ്ങിയ സമയം കൊണ്ടെങ്കിലും സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഫ്ലോർ ടെസ്റ്റിനുള്ള തീയതി കുറിക്കപ്പെടും നാളെ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗവർണർ നാളെ എന്തായാലും കത്ത് ഹാജരാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ ഗവർണർ ക്ഷണിച്ച ഘട്ടത്തിൽ ഭൂരിപക്ഷം ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത് രാഷ്ട്രപതി ഭരണം റിവോക്ക് ചെയ്യാനായിട്ടുള്ള അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതും ആഭ്യന്തര വകുപ്പിനെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് നൽകിയതും തുടർന്ന് പ്രധാനമന്ത്രി അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് കേന്ദ്രമന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാതെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാനായിട്ടുള്ള ശുപാർശ നൽകിയതും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കത്തുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ നമുക്ക് നിഗമനം നടത്തിയാൽ പോലും അജിത് പവാർ NCPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നൽകിയ കത്ത് എന്ന രീതിയിൽ ഗവർണർ ആ കത്തിനെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് BJP പക്ഷത്തിന് ശേഷം ഉള്ള MLA-മാർ, അതായത് 105-ന് ശേഷമുള്ള 145 എന്ന സംഖ്യയിലേക്ക് എത്താൻ പാകത്തിലുള്ള എണ്ണം അംഗങ്ങളുടെ ഒപ്പ് ആ കത്തിലുണ്ടാകണം. അതിൽ കൂടുതലാകാം, പക്ഷെ കുറച്ച് ആകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ആ അംഗങ്ങളുടെ ഒപ്പ് ഉള്ള കത്തായിരിക്കണം ഗവർണർക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗവർണർ നടത്തിയ നടപടിക്രമങ്ങളുടെ സാങ്കത്യം അത് സുപ്രീം കോടതിക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. ഗവർണർ നടത്തിയ നടപടികളെ സുപ്രീം കോടതിക്ക് അംഗീകരിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാദമുഖങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഉയർന്നു വന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യവുമായൊക്കെ ബന്ധപ്പെടുത്തി ഇന്ന് കപിൽ സിബലും അതുപോലെ മനു അഭിഷേക് സിംഗ്വിയും ഒക്കെ ഉന്നയിക്കുന്ന സാഹചര്യം കണ്ടു. ഈ ഗവർണറുടെ നടപടി തെറ്റാണ് എന്നുള്ളതിലൂന്നിയാണോ, അടിയന്തരമായി ഫ്ലോർ ടെസ്റ്റ് വേണം എന്നുള്ളതിലൂന്നിയാണോ ഇന്നത്തെ ആ വാദമുഖങ്ങൾ ഏറ്റവും പ്രധാനമായി ഫോക്കസ് ചെയ്തത് ഏതിലായിരുന്നു രാധാകൃഷ്ണൻ?
അതിൽ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഏതിൽ കേന്ദ്രീകരിക്കണം എന്നതിൽ ഒരു ചെറിയ സന്ദേഹം ഈ എതിർഭാഗത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ത്രികക്ഷികൾക്കുണ്ടായിരുന്നു എന്നതിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം 2 ആവശ്യങ്ങളാണ് സമർപ്പിച്ച അപേക്ഷയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഗവർണർ ഇന്നലെ പുറപ്പെടുവിച്ച ഇത്തരത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസിനെ ക്ഷണിച്ച നടപടി അത് തുടക്കം മുതൽ റദ്ദാക്കണം എന്ന ആവശ്യമാണ് ഉണ്ടായിരുന്നത്. അത് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തത്, നിലവിലുള്ള സാഹചര്യത്തിൽ 144 അംഗങ്ങളുടെ ഭൂരിപക്ഷമുള്ള, എണ്ണം ശ്രദ്ധിക്കണം, 144 പേരുടെ പിന്തുണയുള്ള ഉദ്ധവ് താക്കറേക്ക്, അതായത് ശിവസേനയുടെയും കോൺഗ്രസിന്റെയും ഒപ്പം NCPയുടെയും അടക്കമുള്ള പിന്തുണയുള്ള ചെറുകക്ഷികളുടെ പിന്തുണ കൂടി ഉണ്ടെന്ന് ശരത് പവാർ പറയുന്ന ഘട്ടത്തിലും 144 പേരുടെ പിന്തുണയുള്ള ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം ഗവർണർക്ക് നൽകണം എന്നീ 2 ആവശ്യങ്ങളാണ് ഇന്ന് കോടതിക്ക് മുന്നിൽ എത്തിയത്. ഈ ആവശ്യങ്ങളിലാണ് കോടതി ഇന്ന് അപേക്ഷ പരിഗണിച്ചത്. ആ അപേക്ഷ പരിഗണിച്ച ഘട്ടത്തിൽ നടത്തിയ വാദമുഖങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായും ആദ്യം ഹാജരായ കപിൽ സിബൽ ഉന്നയിച്ച വാദങ്ങൾ, അത് ഗവർണർ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായിട്ട് അതിന്റെ യുക്തിയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്, ഭരണഘടനാ സാധുതയാണ് ചോദ്യം ചെയ്തത്. ഈ നടപടികളുടെ ഭാഗമായി ഗവർണർ സാമാന്യ ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ചുവെന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയെന്നും അതുവഴി അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നടപടികൾ പൂർത്തിയായെന്നും ഗവർണർ നയിക്കപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ BJPയുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന വാദമാണ് കപിൽ സിബലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ സർക്കാർ നിലനിൽക്കുന്ന മഹാരാഷ്ട്രയിൽ ഒരു സമയം പോലും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരെ തുടരാൻ അനുവദിക്കരുതും. ഫ്ലോർ ടെസ്റ്റ് ഉടൻ വേണം. ഇത് കുതിര കച്ചവടത്തിന് കാരണമാകും. 7 ദിവസം 30-ാം തീയതിയിലേക്ക് സമയം നീട്ടി നൽകിയാൽ കുതിര കച്ചവടത്തിന് കാരണമാകും. അതുകൊണ്ട് ഇടപെടണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ കുതിര കച്ചവടം എന്ന ആവശ്യം 7 ദിവസത്തെ സമയപരിധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കർണാടകയുടെയും ഗോവയുടെയും ഉത്തരാഖണ്ഡിന്റെയും വിഷയത്തിൽ കോടതി സ്വീകരിച്ച നിലപാടുകൾ വായിച്ചതും ആ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. തിരികെ വരാം. നമുക്ക് നോക്കാം സുപ്രീം കോടതിയിൽ എന്താണ് കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും ഒപ്പം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും റോത്തങ്കിയും വാദിച്ചത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഇന്ന് വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഡിബേറ്റാണ് 11:30 ആകുമ്പോഴേക്കും സുപ്രീം കോടതിയിൽ ആരംഭിച്ചത്. സുപ്രീം കോടതിയിൽ കേസ് കേൾക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ത്രികക്ഷി ഉന്നയിച്ചത്. ഒന്ന്, ഗവർണർ സ്വീകരിച്ച നടപടി ഭരണഘടനാ വിരുദ്ധമാണ്, അതിന് യാതൊരു രാഷ്ട്രീയ ധാർമ്മികതയുമില്ല, യാതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിങ്ങുമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ മഹാരാഷ്ട്ര സർക്കാർ ഒരു ന്യൂനപക്ഷ സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാദം. ഈ വാദത്തിനിടയിൽ നിന്നുകൊണ്ടാണ് ത്രികക്ഷി സഖ്യം പ്രധാനമായും സുപ്രീം കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത്. ശിവസേനയ്ക്ക് വേണ്ടി ഹാജരായത് കപിൽ സിബലാണ്. കപിൽ സിബൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം, അടിയന്തര വിശ്വാസ വോട്ടെടുപ്പിന് ഉത്തരവിടണം, ഫ്ലോർ ടെസ്റ്റ് ഉടൻ തന്നെ നടത്തണം. കാരണം മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ സർക്കാർ ഇപ്പോൾ ഒരു ന്യൂനപക്ഷ സർക്കാരാണ്. അതുമാത്രമല്ല അരുൺ, ഒരു കുതിര കച്ചവടത്തിനുള്ള സാധ്യത അവിടെ ശിവസേന ഭയക്കുന്നുണ്ട്, കോൺഗ്രസ് ഭയക്കുന്നുണ്ട്, NCP ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫ്ലോർ ടെസ്റ്റ് കർണാടകയിൽ നടന്നതുപോലെ, ഗോവയിൽ നടന്നതുപോലെ, ഉത്തരാഖണ്ഡിൽ നടന്നതുപോലെ ഒരു ഹോഴ്സ് ട്രേഡ് അഥവാ കുതിര കച്ചവടത്തിന് 7 ദിവസം സമയപരിധി കൊടുക്കരുത് എന്നതായിരുന്നു ശിവസേനയ്ക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്പർ 2, ഗവർണറുടേത് പക്ഷപാതപരമായ നടപടി എന്നാണ് കപിൽ സിബൽ ശിവസേനയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അഭിപ്രായപ്പെട്ടതും വാദിച്ചതും. ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന നടപടി ആരോടും അന്വേഷിക്കാതെ, ആരോടും പറയാതെ ഇരുളിന്റെ മറവിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നടപടിയാണ് ഗവർണർ കൈക്കൊണ്ടത്. ലെറ്റേഴ്സ് ഓഫ് സപ്പോർട്ട് അഥവാ MLA-മാരുടെ പിന്തുണക്കത്ത് ഗവർണർ ഹാജരാക്കിയില്ല. കുതിരക്കച്ചവടത്തിനുള്ള അവസരം ഒഴിവാക്കണം, നാളെ ഭൂരിപക്ഷം തെളിയിക്കാൻ തയ്യാറാണ് എന്നുകൂടി കപിൽ സിബൽ പറയുന്നു. വലിയ ആത്മവിശ്വാസമുണ്ട് ശിവസേനയ്ക്കെന്നും നാളെ തന്നെ ഭൂരിപക്ഷം തെളിയിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യവും ത്രികക്ഷി സഖ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുക. ശ്രീജിത്ത്, അല്പസമയം മുമ്പ് പൃഥ്വിരാജ് ചവാനും രൺദീപ് സുർജേവാലയും മാധ്യമങ്ങളോട് പറഞ്ഞതും ഇതേ പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെട്ടാൽ ഭൂരിപക്ഷത്തിലും അധികമായ MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് ഇപ്പോഴും രൺദീപ് സുർജേവാലയും പൃഥ്വിരാജ് ചവാനും പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് കപിൽ സിബൽ ശിവസേനയ്ക്ക് വേണ്ടിയും സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫ്ലോർ ടെസ്റ്റ് അഥവാ വിശ്വാസ വോട്ടെടുപ്പിന് സമയം ഇനി കൂടുതൽ അനുവദിക്കരുത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാദം. നിർഭാഗ്യവശാൽ ഈ വാദം സുപ്രീം കോടതി പ്രാഥമികമായി അംഗീകരിച്ചിട്ടില്ല. പകരം നാളെ 10:30 രേഖകൾ ഹാജരാക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ മനു അഭിഷേക് സിംഗ്വിയുടെ വാദങ്ങളിലേക്ക് പോയാൽ,
NCPക്ക് വേണ്ടിയാണ് മനു അഭിഷേക് സിംഗ്വി എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയ അഭിഭാഷകൻ ഹാജരായത്. മനു അഭിഷേക് സിംഗ്വിയുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ഇവയൊക്കെയായിരുന്നു. നമ്പർ 1, അജിത് പവാറിന് NCPയുടെ പിന്തുണയില്ല. അജിത് പവാർ ഇപ്പോൾ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് പോലുമല്ല. ഗവർണർ ഒരുപക്ഷെ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത് അജിത് പവാറിന്റെ സാന്നിധ്യം കൊണ്ട് കൂടിയാണ് എന്നുള്ള വാദമായിരിക്കും നാളെ ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകും. കാരണം ആ സമയത്ത് ഇന്നലെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്ന സമയത്ത് അജിത് പവാർ NCPയുടെ നിയമസഭാ കക്ഷി നേതാവാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം 4:30 നടന്ന NCP യോഗത്തിന് ശേഷമാണ് അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ നിന്ന് മാറ്റി ചെന്നി പാട്ടീലിനെ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ഈ സമയം വളരെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് മനു അഭിഷേക് സിംഗ്വി ഉന്നയിച്ചിരിക്കുന്നത് അജിത് പവാറിനൊപ്പമല്ല MLA-മാർ, ശരത് പവാറിനോടൊപ്പം ഒഫീഷ്യൽ പക്ഷത്താണ് ഭൂരിപക്ഷ MLA-മാർ എന്നാണ്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത് MLA-മാരുടെ പിന്തുണയില്ലാതെ, നോ ലെറ്റേഴ്സ് ഓഫ് സപ്പോർട്ട്, ഒരു പിന്തുണ കത്തും ഹാജരാക്കാൻ NCPക്ക് സാധിച്ചിട്ടില്ല, അജിത് പവാറിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് NCPക്ക് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി വാദിച്ചത്. നമ്പർ 3, കുതിരക്കച്ചവടം നടത്താതിരിക്കാൻ ഉടൻ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നും മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. ഭൂരിപക്ഷമുണ്ടെന്ന് പറയുന്നവർ എന്തുകൊണ്ട് വിശ്വാസ വോട്ടെടുപ്പിന് തയ്യാറാകുന്നില്ല എന്നുകൂടി മനു അഭിഷേക് സിംഗ്വി BJPക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറലിനോട് ഒപ്പം തന്നെ റോത്തങ്കിയോടും സുപ്രീം കോടതിയിൽ വെച്ച് ചോദിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായി. റീജിത്ത്, ഈ കോടതിയിൽ നടന്ന നടപടിക്രമങ്ങളെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തുകയാണെങ്കിൽ പ്രധാനമായും അവരുടെ ഫോക്കസ് ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലാണ്. ഒന്ന്, ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷപാതപരമായ നടപടി. നമ്പർ 2, ലെറ്റേഴ്സ് ഓഫ് സപ്പോർട്ട് അഥവാ പിന്തുണക്കത്ത് ഹാജരാക്കാൻ NCPക്ക് സാധിച്ചിട്ടില്ല ഈ സർക്കാർ, അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷമാണ്, വിശ്വാസ വോട്ടെടുപ്പ് ഉടൻ വേണം, കുതിരക്കച്ചവടം അവസാനിപ്പിക്കണമെന്നാണ്. ഇനി പ്രധാനമായും റോത്തങ്കിയുടെ വാദങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. റോത്തങ്കി ഹാജരാകുന്ന സമയത്ത് നിങ്ങൾ ദേവേന്ദ്ര ഫഡ്നവിസിന് വേണ്ടിയാണോ ഹാജരാകുന്നത് എന്ന് സുപ്രീം കോടതി ചോദിച്ചു. റോത്തങ്കി സ്വീകരിച്ച നടപടി, റോത്തങ്കി പറഞ്ഞ മറുപടി വളരെ പ്രധാനമാണല്ലേ? BJPക്കും മറ്റു ചില MLA-മാർക്ക് വേണ്ടിയാണ്. കാരണം ദേവേന്ദ്ര ഫഡ്നവിസിന് വേണ്ടിയാണ് റോത്തങ്കി ഹാജരാകുന്നതെങ്കിൽ ഇന്ന് തന്നെ അവർ കക്ഷിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നോട്ടീസ് അയക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് തന്ത്രപരമായി റോത്തങ്കി പിൻവാങ്ങി. റോത്തങ്കി പറഞ്ഞത് ഞാൻ BJPക്ക് വേണ്ടിയും മറ്റ് സ്വതന്ത്ര MLA-മാർക്ക് വേണ്ടിയും ഹാജരാകുന്നുവെന്നാണ്. 3 ദിവസത്തെ സമയം അനുവദിക്കണമെന്നാണ് മുകുൾ റോത്തങ്കി തന്ത്രപരമായി സുപ്രീം കോടതിയിൽ വാദിച്ചത്. 3 ദിവസം, 7 ദിവസം എന്നാണ് ആദ്യം അവർ ആവശ്യപ്പെട്ടിരുന്നതും ഗവർണർ അനുവദിച്ചു നൽകിയതും. 3 ദിവസത്തേക്ക് മാറ്റുന്ന ഒരു നിലപാടാണ് സുപ്രീം കോടതിയിൽ കണ്ടത്. നമ്പർ 2, ഗവർണറുടെ നടപടി ചോദ്യം ചെയ്യാൻ കോടതിക്കാവില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164 പ്രകാരം ഗവർണർക്ക് ഒരു ഡിസ്ക്രിഷണറി പവർ അഥവാ വിവേചനാധികാരമുണ്ട് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ. കോൺഗ്രസിനുള്ള അടികൂടിയാണ്. 17 ദിവസമായി സർക്കാർ ഉണ്ടാക്കാത്ത സഖ്യം എന്തിനാണ് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കിയതിനെ ചോദ്യം ചെയ്തത് എന്നുകൂടി ചോദിച്ചു. എന്തുകൊണ്ട് ഗവർണർ ഇത്തരമൊരു നടപടിയിലേക്ക് പോയി എന്ന ചോദ്യത്തിന് മറുപടിയായി മുകുൾ റോത്തങ്കി BJPക്കും മറ്റ് MLA-മാർക്കും വേണ്ടി പ്രതിനിധാനം ചെയ്യുമ്പോൾ ഉള്ള വാദം ഇതായിരുന്നു: എന്തുകൊണ്ട് 17 ദിവസമായി നിങ്ങൾ നിശബ്ദമായിരുന്നു, ഇപ്പോൾ എന്തിനു ചോദ്യം ചെയ്യുന്നു? ഗവർണറുടെ നടപടിക്ക് നിയമത്തിന്റെ പരിരക്ഷയുണ്ട് എന്നുകൂടിയാണ്. ഒരുപക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് റീജിത്ത്. കാര്യം സർക്കാരിന്റെ രൂപീകരണ വേളയിൽ ഗവർണർക്ക് സംസ്ഥാനത്തും പ്രസിഡന്റിന് കേന്ദ്രത്തിലുമുള്ള വിവേചനാധികാരം സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാര്യം അവിടെ കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പറയുന്ന ആ പ്രൊവിഷന്റെ പരിരക്ഷ ഗവർണർക്ക് ലഭിക്കും. പക്ഷേ അതിന് ഒരു ഡോക്യുമെന്റ് എങ്കിലും ഉണ്ടാവണം. ഒന്നുകിൽ MLA-മാരുടെ തലയെണ്ണി ഫിസിക്കലായിട്ട് കൗണ്ട് ചെയ്യാൻ സാധിക്കണം രാജ്ഭവനിലെത്തി, അതല്ലെങ്കിൽ ലെറ്റേഴ്സ് ഓഫ് സപ്പോർട്ട് അഥവാ പിന്തുണക്കത്ത് കൊടുക്കാനും സാധിച്ചിരിക്കണം. അതുണ്ടോ എന്നുള്ള കാര്യം നാളെ ഗവർണർ രേഖാമൂലം ഹാജരാക്കണമെന്നുള്ള കാര്യമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അജിത് പവാറിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു സത്യപ്രതിജ്ഞയിലേക്ക് ഗവർണർ കടന്നതെങ്കിൽ ആ നടപടി ചോദ്യം ചെയ്യപ്പെടാനും വലിയ രീതിയിലുള്ള കാര്യം നിയമസഭാ കക്ഷി നേതാവായി ഒരാൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് നിയമസഭ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമാണ്. നൗ മഹാരാഷ്ട്രയിൽ നിയുക്ത MLA-മാരാണ്. നിയുക്ത MLA-മാരുടെ കക്ഷി നേതാവ് എന്ന് മാത്രമേ നമുക്ക് അജിത് പവാറിനെ പറയാൻ സാധിക്കൂ. നിയമസഭ കൂടാതെ സത്യപ്രതിജ്ഞ ചെയ്യാതെ വിപ്പ് പോലും പ്രാബല്യത്തിൽ വരില്ല റീജിത്ത്. ഇതാണ് ഈ സങ്കീർണമായ പ്രശ്നമായിരിക്കും നാളെ 10:30 പക്ഷേ സുപ്രീം കോടതിയിൽ തുടർവാദം കേൾക്കുക. ഇനി നമുക്ക് നാളെ സുപ്രീം കോടതിയിൽ കണക്കുകൾ കാണിക്കുമ്പോൾ ഏതൊക്കെ കണക്കുകളായിരിക്കും ഇരുപക്ഷവും കാണിക്കുക എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. പിന്തുണക്കത്ത് ഹാജരാക്കാൻ ദേവേന്ദ്ര ഫഡ്നവിസിനോടും അജിത് പവാറിനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള കണക്ക് വെച്ച് എങ്ങനെയായിരിക്കും അവർ കോളം തികയ്ക്കുക എന്നുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. BJPക്ക് നിലവിലുള്ളത് 105 MLA-മാർ. ആ 105 MLA-മാരും BJPക്കൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ BJPക്ക് ഇക്കാര്യത്തിൽ 105 പേരുടെ പിന്തുണ കൃത്യമായും കത്ത് നൽകാൻ നാളെ ദേവേന്ദ്ര ഫഡ്നവിസിന് സാധിക്കും. പക്ഷേ വിഷയം നിലവിൽ അജിത് പവാറിനോടൊപ്പമുള്ളത്
4 MLA-മാർ മാത്രമാണ് എന്നാണ് സൂചന. ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോയ 11 MLA-മാരിൽ 7 പേർ കൂടി വൈകുന്നേരമാകുമ്പോഴേക്ക് ശരത് പവാറിന്റെ പക്ഷത്തേക്ക് എത്തുന്നു. സ്വതന്ത്രരിൽ 29-ൽ 17 പേർ ഇപ്പോൾ BJPക്ക് NDA-ക്കൊപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും വേണ്ട ഭൂരിപക്ഷമായ 145-ലേക്ക് എത്തില്ല, 126-ലേക്കായിരിക്കും എത്തുക. നാളെ ഈ കണക്കുകളിലാണ് മാറ്റം വരാൻ സാധ്യതയുള്ളത്. ഈ മാറ്റം വരുത്താൻ അജിത് പവാറിന് വരുന്ന ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു ദിവസം കൊണ്ട് ആ കണക്കുകളിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തുക അത്ര എളുപ്പമല്ല. അജിത് പവാറിന് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെയാണ് ഉള്ളത് എന്ന് 19 MLA-മാരുടെ കുറവ് നിലവിൽ. നാളെ സുപ്രീം കോടതിയിൽ 10:30-ന് NDA കണക്ക് സമർപ്പിക്കുമ്പോൾ ദേവേന്ദ്ര ഫഡ്നവിസും അജിത് പവാറും കണക്ക് സമർപ്പിക്കുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്കൊന്ന് നാളെ NDA എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. ഇത് NDA അല്ല. മഹായുതി സഖ്യത്തിൽ നിന്ന് ശിവസേന ഇപ്പുറത്തേക്ക് പോകുന്നു, UPA സഖ്യത്തിൽ നിന്ന് NCP അങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ BJP സർക്കാരിന് 126 MLA-മാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. അതുമാത്രമാണോ നാളെ സുപ്രീം കോടതിയിൽ 10:30-ന് ഹാജരാക്കുക? അങ്ങനെയാണെങ്കിൽ ദേവേന്ദ്ര ഫഡ്നവിസിന് രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇനി മറുപക്ഷത്തേക്ക് വന്നാൽ ത്രികക്ഷി സഖ്യത്തിന്റെ സാധ്യത കൂടി നമുക്ക് നോക്കാം. നിലവിൽ ഇപ്പോൾ ഈ ഉച്ചയ്ക്കുള്ള സമയത്ത് മഹാരാഷ്ട്രയിലെ കണക്കുകൾ ഇങ്ങനെയാണ്. കോൺഗ്രസിനോടൊപ്പമുള്ളത് 44 MLA-മാരാണ്. കോൺഗ്രസിനോടൊപ്പം 44 MLA-മാർ. ഇനി NCPക്കൊപ്പം ശരത് പവാറിന്റെ പക്ഷത്ത് ശിവസേനയ്ക്കൊപ്പം ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തുള്ളത് 56 MLA-മാർ. ഇവരിപ്പോൾ ലളിത് ഹോട്ടലിൽ പൂർണ്ണമായും ശിവസേനയുടെ 56 പേരിൽ തന്നെ ചില ചാഞ്ചാട്ടങ്ങൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട് റീജിത്ത്. പക്ഷേ നിലവിൽ ഇപ്പോഴും മഹാരാഷ്ട്രയുടെ സ്ട്രീറ്റ് പവറാണ് ശിവസേന. ശിവസേനയിൽ നിന്നൊരു MLA BJPയിലേക്ക് ഈ ഘട്ടത്തിൽ പോയാൽ ആ MLA-യുടെ കഥ കഴിഞ്ഞു എന്ന് വേണം കരുതാൻ രാഷ്ട്രീയമായി. കാരണം നിലവിൽ അത്ര വലിയ സ്ട്രീറ്റ് പോളിറ്റിക്സ് മഹാരാഷ്ട്രയിലുണ്ട്. ശിവസേന ഇപ്പോഴും BJPയേക്കാൾ വലിയ തെരുവു രാഷ്ട്രീയ പക്ഷിയാണ്. ഏറ്റവും കൂടുതൽ മസിൽ പവറുള്ള പാർട്ടിയാണ്. തെരുവിൽ ഇപ്പോഴും അവർക്ക് നിരവധി ഫോളോവേഴ്സ് ഉള്ള പാർട്ടിയാണ്. NCPയിലേക്ക് വന്നാൽ NCPയുടെ മൊത്തം സംഖ്യ 54, ഇപ്പോൾ ശരത് പവാറിനോടൊപ്പം ഉള്ളത് 50 പേർ. മൊത്തം കണക്കുകൾ കൂട്ടി നോക്കിയാൽ 140-45 എന്ന മാജിക് നമ്പറിനെ വളരെ ഈസിയായി മറികടക്കാൻ സാധിക്കും. സ്വതന്ത്രർ ഒരു 5 പേരെ കൂടി സ്വതന്ത്രർ എടുക്കുക. നമ്മൾ മനസ്സിലാക്കുന്നത് 13ഓളം സ്വതന്ത്രർ കോൺഗ്രസ്, NCP, ശിവസേന ത്രികക്ഷി സഖ്യത്തിന് അനുകൂലമായി നിൽക്കുന്നുവെന്നാണ്. അങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ 145 എന്ന മാജിക് നമ്പറിനേക്കാൾ 10 അംഗങ്ങൾ കൂടി ഒപ്പമുണ്ട് ത്രികക്ഷിക്ക്. വളരെ അനായാസം ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇന്ന് 3 കക്ഷികളുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഫ്ലോർ ടെസ്റ്റിലേക്ക് പോകണം എന്നുള്ള കാര്യമുണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഒരു അടർത്തിയെടുക്കൽ നടക്കില്ല എന്ന് BJPയും ഈ ഘട്ടത്തിൽ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ളൊരു ഫ്ലോർ ടെസ്റ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് അല്പം കൂടി സമയം വേണം എന്നുള്ള ആവശ്യമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അത് നാളെ അനുവദിച്ചു കൊടുക്കുമോ എന്നുള്ള കാര്യം ഈ രേഖകളെല്ലാം തന്നെ വളരെ വിശദമായി സുപ്രീം കോടതി പരിശോധിച്ചതിന് ശേഷം. ഈ ആത്മവിശ്വാസമാണ് റീജിത്ത്. 145 വേണ്ടെടുത്ത് 155 തങ്ങൾക്കൊപ്പമുണ്ട് എന്ന ആത്മവിശ്വാസമാണ് രൺദീപ് സുർജേവാല അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രകടിപ്പിച്ചത്. രൺദീപ് സുർജേവാല പറഞ്ഞത് കേൾക്കാം. सरकार को, मुख्यमंत्री और सबको नोटिस देते हुए ये आदेश दिया है कि कल तक जो लेटर ऑफ सपोर्ट देवेंद्र फडणवीस जी ने और अजीत पवार जी ने गवर्नर महाराष्ट्र को दिया था, जिसके आधार पर उन्होंने उन्हें सरकार बनाने को निमंत्रण दिया है, उसे अदालत के सामने कल 10:30 बजे पेश किया जाए. റിജിത്ത്, ഈ കോടതി നടപടികളെ കുറിച്ച് നിയമവിദഗ്ധരും നമ്മളോട് പ്രതികരിച്ചിരുന്നു. MR അഭിലാഷ് പറഞ്ഞത് കൂടി നമുക്ക് കേൾക്കാം. ഇന്നിത് തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഉത്തരവ് പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവിക നീതിക്ക് അത് വിരുദ്ധമാകും. ഗവർണറുടെ ഉത്തരവിനെ സംബന്ധിച്ചാണ് കോടതി പാസ്സാക്കേണ്ടത് തീരുമാനം. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ആ ഉത്തരവിൻ്റെ സാധുത പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, ആ മെറ്റീരിയൽസ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ഓഫ് സപ്പോർട്ട് അതും നാളെ കോടതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുഷാർ മേത്തയോട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുക മാത്രമാണ് കോടതി ചെയ്തത്. നാളെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ടാവും. ഈ റിജിത്ത്, മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അതിലേറ്റവും ശ്രദ്ധേയമായൊരു നിരീക്ഷണം എന്ന് പറയുന്നത് അമിത്ഷാ, നരേന്ദ്രമോദി, BJP ഇന്ത്യയിൽ മിക്കവാറും എല്ലാ ഇടങ്ങളിലും ഇൻവിൻസിബിൾ ആണ്. അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്തപ്പോളം ആണ് നിൽക്കുന്നത് ബാക്കിയുള്ള കക്ഷികൾ. നിലവിൽ ഈ അമിത്ഷാ, നരേന്ദ്രമോദി, BJP ക്യാമ്പിന് എവിടുന്നെങ്കിലും തിരിച്ചടി നേരിടുന്നുണ്ടെങ്കിൽ അത് ചില പ്രാദേശിക സാമ്രാജ്യങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ
ബംഗാളിൽ സംഭവിച്ചതുപോലെ മമതാ ബാനർജിയുടെ കാര്യത്തിൽ, തെക്കോട്ട് വരുമ്പോൾ തമിഴകത്ത് DMK-യുടെ ബാസ്റ്റനിൽ സംഭവിക്കുന്നത് പോലെ, മറ്റൊന്ന് സംഭവിക്കുന്നു നിതീഷ് കുമാറിൻ്റെയും ലല്ലുവിൻ്റെയും കാലത്തിൽ ബീഹാറിൽ സംഭവിക്കുന്നത് പോലെ മഹാരാഷ്ട്രയിൽ ശരത് പവാറിൻ്റെയും ശിവസേനയുടെയും മുന്നിലാണ് BJPക്ക് ഈ രീതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ടൈറ്റ് ഫൈറ്റ് BJP. തീർച്ചയായും അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്രയെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. 288 അംഗങ്ങളുള്ള നിയമസഭയുള്ള വലിയ സ്റ്റേറ്റാണ്. അവിടെ ഇതിനു മുമ്പും ഓപ്പറേഷൻ ലോട്ടസ് ഒക്കെ വളരെ വിജയകരമായി BJP നടപ്പിലാക്കുന്നത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ചേർന്ന് നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ, ഈ ഫ്ലോർ ടെസ്റ്റിലോ അല്ലെങ്കിൽ ഈ ഗെയിമിലോ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അഭിമാന പ്രശ്നമാണ്. റീജിയണൽ സത്രപാസിന്റെ മുന്നിൽ, അഥവാ റീജിയണൽ ആയിട്ടുള്ള പ്രാദേശിക ചക്രവർത്തിമാരുടെ സാമ്രാജ്യങ്ങളുടെ മുന്നിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു എന്ന് വിധി എഴുതപ്പെടും. കരിമ്പ് പൂക്കുന്ന പാടങ്ങളിൽ താമര വിരിയുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയ്ക്കു ശേഷം തുടരും ന്യൂസ് ട്രാക്ക് 1710. ന്യൂസ് ട്രാക്ക് 1710 തുടരുന്നു. നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങാം. നിരവധി വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. വയനാട്ടിൽ നിന്നുള്ള വാർത്തയാണ് ആദ്യം വരുന്നത്. റിജിത്ത്, വളരെ ആശങ്കപ്പെടുത്തുന്നൊരു വാർത്തയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നത്. നമ്മളോടൊപ്പം മാധ്യമങ്ങളോടൊപ്പം തുറന്നു സംസാരിച്ച ഷഹല ഷെറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച കുട്ടികളിൽ പലർക്കും ചില ഭീഷണികൾ വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്, അല്ലേ റിജിത്ത്? അവരാണ് ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് എന്നുള്ള കാര്യം. കളങ്കമേശാത്ത പിഞ്ചു മനസ്സിൽ. അതെ, അവർ പറയുന്നുണ്ട്, അവർ വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. പാമ്പ് കടിയേറ്റു എന്നുള്ള കാര്യം അധ്യാപകരെ ബോധ്യപ്പെടുത്തി, പക്ഷേ അധ്യാപകർ അത് ആണി കൊണ്ടതാകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. ചില കുട്ടികളുടെ പ്രതികരണമൊക്കെ വളരെ വൈകാരികവും വളരെ ബോൾഡായി നിതാ ഫാത്തിമ അടക്കമുള്ള കുട്ടികൾ വളരെ ബോൾഡായി നിന്ന് സമൂഹത്തോട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടു. അതിൽ നിന്നാണ് അതിന്റെ ഗൗരവം നമുക്കടക്കം ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ്. അവരെയാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത്. മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തങ്ങ് പോകും. ഈ കുട്ടികൾ പിന്നീടും ആ സ്കൂളിൽ പഠിക്കേണ്ടവരാണ് എന്നുള്ള ഭീഷണിയാണ് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് വരികയാണ്. വിസ്മയ എന്ന കുട്ടിയുടെ അച്ഛനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സ്കൂളിൽ ക്ലാസുകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ വൈകിട്ട് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമാകും. റിപ്പോർട്ട് കാണാം. ഇന്നലെ ബാലാവകാശ കമ്മീഷന് മുൻപാകെ വിസ്മയ മൊഴി നൽകിയതിന് പിന്നാലെയാണ് സ്കൂളിലെ തന്നെ മറ്റു ചില രക്ഷിതാക്കൾ ഭീഷണിയുമായി രംഗത്തെത്തിയത്. സ്കൂളിനെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും ചാനലുകാർ നാളെ മടങ്ങിയാലും നിങ്ങളുടെ കുട്ടിക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ളതാണെന്നും രക്ഷിതാക്കൾ വിസ്മയുടെ പിതാവ് രാജേഷിനോട് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. ഇന്നലെ അങ്കിൽ വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു പറയാൻ, പോലീസിനടുത്തല്ല പറയാൻ പേടി. പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർത്ത് നല്ല കാര്യമല്ലേ ചെയ്തേന്ന് എനിക്ക് തോന്നി. എന്നാൽ ഷഹലയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഖേദമില്ലെന്നും താൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളല്ല കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞതെന്നും പിതാവ് രാജേഷ് പറഞ്ഞു. ലോബിയുടെ കൂടി ഇത് തകർക്കാനാണ് ശ്രമമെങ്കിൽ ഇവർ ഈ ചാനലുകാർ ഓരോന്ന് പറഞ്ഞിട്ട് അവരവരുടെ കാര്യം നോക്കി പോകും. പിന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും എന്നൊരവസ്ഥയിൽ നമ്മൾ ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് സംസാരിച്ചു. ഇതിനിടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട താലൂക്ക് ആശുപത്രി ഡോക്ടർ ജിസ മെറിൻ ജോയ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ മുതിർന്ന അഭിഭാഷകരോട് നിയമോപദേശം തേടി. സ്കൂളിൽ ക്ലാസുകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ വൈകിട്ട് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമാകും. 24 വയനാട്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വിദ്യാർത്ഥിനി സ്കൂളിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാളെ മുതൽ വിദ്യാർത്ഥികൾ നിരാഹാര സമരം നടത്തും. ഇന്നു അവിടുത്തെ സ്കൂൾ കുട്ടികൾ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലും അവിടെ നടത്തിയത്. പക്ഷെ നാളെ അവർ കുറച്ചുകൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അതിനെ സമീപിക്കാൻ പോകുന്നു എന്നാണ്. മുഴുവൻ അധ്യാപകരെയും ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്ത നടപടിയൊന്നുമല്ല, മുഴുവൻ അധ്യാപകരെയും ഈ വിഷയത്തിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ അധ്യാപകരെയും പുറത്താക്കണമെന്നുള്ള ആവശ്യമാണ് അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ആ വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കല്ല, വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ട്, അവിടെയുള്ള നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് തന്നെ ആ ഒരു പിന്തുണ തന്നെയാണ് കുട്ടികളെ ശക്തമായി ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ പ്രാപ്തരാക്കുന്നത് എന്നും നമ്മൾ ഈ ഘട്ടത്തിൽ പറയാം. നാളെ മുതൽ സമരം തുടങ്ങാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. റിപ്പോർട്ട്. ഷഹലയുടെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥി കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് നാളെ മുതൽ വിദ്യാർത്ഥികൾ സ്കൂൾ പഠിക്കൽ നിരാഹാരമിരിക്കും. ഒരേ സമയം 5 വിദ്യാർത്ഥികൾ നിരാഹാരം അനുഷ്ഠിക്കും. അധ്യാപകരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും വരെ നിരാഹാര സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഇതിനിടെ കേസുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ കൂടുതൽ അധ്യാപകരുടെ മൊഴി പോലീസ് ഇന്ന് ശേഖരിച്ചേക്കുമെന്നാണ് സൂചന. വിദ്യാർത്ഥികളിൽ നിന്നും പോലീസ് കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഷഹല പഠിച്ചിരുന്നതുൾപ്പെടെ ഇതേ ബ്ലോക്കിലെ മുഴുവൻ ക്ലാസ് മുറികളുടെയും തറകൾ പൊളിച്ചുമാറ്റാൻ ഇതിനിടെ തീരുമാനമായി. നാളെ മുതൽ നഗരസഭ ഇതിന്റെ നടപടികൾ ആരംഭിക്കും. 24 വയനാട്.
ഇനി വേദനാജനകമായൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കിയിൽ 2 അപകടങ്ങളിലായി 3 മരണം. ബൈസൺ വാലി മുട്ടുകാടിന് സമീപം തൊഴിലാളികളുമായി സഞ്ചരിച്ച ജീപ്പ് മറിഞ്ഞ് 2 പേർ മരിച്ചിരിക്കുന്നു. 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോഴും സാരമായി പരിക്കേറ്റ 4 പേരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസ് തേനിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് ബൈക്ക് യാത്രികനും മരിച്ചു. ഇവരെ പിന്നീട് മറ്റൊരു വാഹനത്തിൽ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാലത്ത് 7:30 തോട്ടം തൊഴിലാളികളുമായി പോയ ജീപ്പ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് ഏലക്കാട്ടിലേക്ക് മറിയുന്നത്. സൂര്യനിലെ സ്വദേശികളായ കാർത്തിക സുരേഷ്, അമല എം ശെൽവം എന്നിവരാണ് മരിച്ചത്. 14 പേരോളം വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. പള്ളി കഴിഞ്ഞ് യാക്കോബായ പള്ളി കഴിഞ്ഞ് കൊമ്മ്യൂണിറ്റിക്ക് വരുന്ന വഴിക്ക് ആ ഇറക്കത്തിന്റെ വലത് സൈഡിലെ കുഴിയിലോട്ട് പോയി. താഴെ ആ കുഴിയുടെ സൈഡ് ഒരു വണ്ടി ഉരുണ്ടിട്ട് ആളുകളൊക്കെ അടിയിലായിരുന്നു. ആദ്യം എടുത്ത ആളുകളെ 4 പേരെ കിട്ടി. ആ 4 പേരായിട്ട് ഞങ്ങൾ പോകുന്നു. ബാക്കിയുള്ള എല്ലാവരും ഒരാൾ മരിച്ചിട്ടുണ്ട്. 3 പേരുടെ നില ഡോക്ടറും ഞങ്ങളുടെ കാഴ്ചപ്പാടിലും ഗുരുതരമാണ്. കാർത്തിക അപകട സ്ഥലത്ത് വെച്ചും അമല അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. പരിക്കേറ്റവരെ ഉടൻ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് 4 പേരെ തേനി മെഡിക്കൽ കോളേജിലേക്കും മറ്റുള്ളവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. ബൈക്കോടിച്ചിരുന്ന തേനി സ്വദേശി തങ്കരാജ് അപകടത്തിൽ മരിച്ചു. ആംബുലൻസ് ഡ്രൈവർ ജിൻഡോയ്ക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പിന്നീട് മറ്റൊരു വാഹനത്തിൽ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 24 ഇടുക്കി. എറണാകുളത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ വെട്ടിലാക്കി കൊച്ചി കോർപ്പറേഷൻ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും. രാജിവെക്കാൻ ആവശ്യപ്പെട്ട DCC പ്രസിഡന്റ് നൽകിയ അന്ത്യശാസനം ഇവർ തള്ളിക്കളഞ്ഞു. 23-ാം തീയതിക്കുള്ളിൽ രാജിവെക്കണമെന്ന DCCയുടെ ആവശ്യം നടപ്പിലാക്കിയത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി മാത്യു മാത്രം. കൊച്ചി കോർപ്പറേഷൻ ഭരണ നേതൃത്വം ജില്ലയിലെ കോൺഗ്രസിന് തലവേദനയായി മാറിയിട്ട് നാളേറെയായി. ഒടുവിൽ മേയറോടും 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോടും സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് TJ വിനോദ് MLA കത്ത് നൽകിയിരുന്നു. ഈ മാസം 23-ന് മുൻപ് സ്ഥാനമൊഴിയാനായിരുന്നു കത്തിലെ മുഖ്യ ആവശ്യം. എന്നാൽ DCCയുടെ അന്ത്യശാസനം മേയറും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും തള്ളിക്കളഞ്ഞു. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി മാത്യു മാത്രമാണ് സ്ഥാനമൊഴിഞ്ഞത്. മേയറടക്കം മറ്റ് 4 പേരും സ്ഥാനമൊഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് DCCക്ക് വിശദീകരണം നൽകാനും തയ്യാറായിട്ടില്ല. ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായാൽ കൗൺസിലർ സ്ഥാനമൊഴിയാനും ചിലർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കൊച്ചി കോർപ്പറേഷന്റെ ഭരണം UDFന് നഷ്ടമാകും. അതേസമയം മേയർ മാറ്റത്തെ ചൊല്ലി ജില്ലയിലെ കോൺഗ്രസിൽ തമ്മിലടി തുടങ്ങിയിട്ട് നാളേറെയായി. സാഹിൻ ആന്റണി, 24 കൊച്ചി. തലസ്ഥാനത്തെ ഗതാഗതത്തിലെ കുരുക്ക് പരിഹരിക്കാൻ കർമ്മ പദ്ധതികളുമായി കേരള പോലീസ്. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പൊതുജന പങ്കാളിത്തത്തോടെ ട്രാഫിക് മൊബൈൽ ആപ്പ് സൗകര്യമൊരുക്കും. നിയമലംഘനങ്ങൾ പിടികൂടാൻ ചീറ്റ സ്ക്വാഡും ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിക്കാൻ ടോൾ ഫ്രീ നമ്പറും കൊണ്ടുവരും. റോഡപകട മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ DGP വിളിച്ചു ചേർത്ത യോഗത്തിൽ വിമർശനങ്ങളും ഉയർന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് പോലും നമ്മളൊരു മരണവാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. അടിസ്ഥാന സൗകര്യങ്ങളിലെ അപാകത, അനുദിനം വർദ്ധിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം, പാർക്കിംഗ് സ്ഥലക്കുറവ് തുടങ്ങി തലസ്ഥാന നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് നിരവധി കാരണങ്ങളാണ് DGP വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉയർന്നത്. പ്രശ്നപരിഹാരത്തിന് ക്രിയാത്മകമായി ഇടപെടാൻ പ്രത്യേക കർമ്മപദ്ധതികൾ ഒരുക്കുകയാണ് പോലീസ്. ഗതാഗത നിയമലംഘനങ്ങൾ പിടികൂടാൻ പ്രത്യേക ചീറ്റ സ്ക്വാഡ് രൂപീകരിക്കും. വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഗതാഗതക്കുരുക്കും അനധികൃത പാർക്കിംഗും തടയാൻ ട്രാഫിക് ആപ്പ് കൊണ്ടുവരാനും തീരുമാനമായി. നിയമലംഘനങ്ങളും ഗതാഗതക്കുരുക്കും പൊതുജനങ്ങൾക്കും ആപ്പിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. ഒരു ഗാർബേജ് ഡംപ് ചെയ്തിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ, ഒരു മണ്ണോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടോ, ഒരു വണ്ടി നല്ല പാർക്ക് ചെയ്യില്ല, അത് ഫോട്ടോ പൊതുജനങ്ങൾ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് വെച്ചാൽ അവർ ദേ ഹാവ് സെഡ് ദാറ്റ് വിത്തിൻ 10 minutes അതോ ആക്ച്വലി അത് അറ്റൻഡ് ചെയ്യണം. ട്രാഫിക് സേവനങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പർ കൊണ്ടുവരും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരങ്ങൾ ശംഖുമുഖത്തേക്ക് മാറ്റണമെന്ന റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അപകട മരണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് DGP യോഗം വിളിച്ചത്. DGPയുടെ ഭാര്യ ഗതാഗതക്കുരുക്കിൽപ്പെട്ടതും വലിയ വിവാദമായിരുന്നു. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക് ടു ന്യൂസ് ട്രാക്ക് 1710. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ന്യൂസ് ട്രാക്കിൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ ബുള്ളറ്റിനാണ്. റിജിത്ത്, ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൊടിമരമുയരുക കാസർഗോഡൻ ചരിത്രം രചിച്ചുകൊണ്ടായിരിക്കും. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ബേക്കൽ കോട്ടയുടെ മാതൃകയിൽ തീർത്ത കൊടിമരമാണ് കലോത്സവത്തിന് ഇത്തവണ കാസർഗോഡൻ ചന്തം നൽകുക. അതെ, ആ റിപ്പോർട്ടിലേക്ക് പോകാം.
കലോത്സവ നഗരിക്ക് അലങ്കാരമായി ഐങ്ങോത്ത് മൈതാനിയിൽ ബേക്കൽ കോട്ടയുണ്ടാകും. കോട്ടയുടെ കൊത്തളത്തിന്റെ മാതൃകയിലാണ് ഇക്കുറി കൊടിമരമൊരുങ്ങുന്നത്. കോട്ടയിൽ നിന്നും ഉയരുന്ന പെൻസിലിന്റെ മാതൃകയാണ് കൊടിമരത്തിന്റെ മറ്റൊരു ആകർഷണം. കാഞ്ഞങ്ങാട്ടെ വാഴുന്നോറടി സാംസ്കാരിക വേദി പ്രവർത്തകരാണ് കൊടിമരം രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് വ്യത്യസ്തത കൊടുക്കണം എന്നുള്ളൊരു ചിന്തയുമായിട്ടാണ് നമ്മൾ നിന്നത്. അതിൽ വ്യത്യസ്തമായ ഒരു നമ്മുടെ ബേക്കൽ കോട്ടനെ പ്രതിനിധീകരിച്ച് അതിൻ്റെ രൂപത്തിലും വ്യത്യസ്തമായ ഒരു കൊടി വേണം. എല്ലാ കാലത്തും കാണുന്നതിൽ നമ്മുടെ നാട്ടിൽ വന്നതിന് നമുക്ക് വ്യത്യസ്തത കൊടുക്കാനുള്ള ആ ഒരു മൈൻഡിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞത്. ശില്പികളുടെ നാട്ടിൽ നിന്നും 3 ആഴ്ച നീണ്ട പരിശ്രമത്തിലാണ് തുളുനാട്ടിന്റെ അടയാളമായി കൊടിമരം തയ്യാറാവുന്നത്. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് കവുങ്ങിലും പ്ലൈവുഡിലുമാണ് നിർമ്മാണം. കലോത്സവത്തിന് കാസർഗോഡൻ കാഴ്ചയൊരുക്കി പുതുമ തീർക്കുകയാണ് കാഞ്ഞങ്ങാട്ടുകാർ. 24 കാസർഗോഡ്. കലോത്സവ വേദികളിൽ നേട്ടങ്ങൾ കൊയ്ത പലരും പിന്നീട് കലാരംഗത്ത് സജീവമാകാറില്ല. അത് കലാപ്രതിഭകളാണെങ്കിലും ശരി, കലാതിലകമാണെങ്കിലും ശരി. എന്നാൽ അന്ന് വേദികളിൽ തിളങ്ങിയ കാസർഗോഡിന്റെ അവസാനത്തെ കലാതിലകം ശ്രുതി ബി ചന്ദ്രൻ എന്ന കലാകാരി ഇന്നും നൃത്തരംഗത്ത് സജീവമാണ്. താൻ കലോത്സവ വേദികളിൽ പ്രതിനിധീകരിച്ച ജില്ലയിൽ കലോത്സവം വന്നെത്തുമ്പോൾ പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കാസർഗോഡിന്റെ വളർത്തുപുത്രിയായ കരുവള്ളൂർ സ്വദേശി ശ്രുതി.
ഇത്തവണയും കലാപ്രതിഭയും കലാതിലകവും ഒക്കെ പണ്ട് ചില മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഷോർട്ട് കട്ടായിട്ടിരുന്നൊരു കാലത്ത് നിന്നാണ് ശ്രുതി വ്യത്യസ്തമാവുന്നത് അല്ലേ? ഇത്തവണയും കലോത്സവത്തിന്റെ കാഴ്ചകൾക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി അധികം ദിവസമൊന്നുമില്ല. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി 24ഉം അത് പ്രേക്ഷകരിലേക്ക് 24 വലിയ സന്നാഹമാണ് ഇത്തവണ കലോത്സവം കവർ ചെയ്യാൻ വേണ്ടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് നിന്നും തത്സമയം കലോത്സവ വാർത്തകൾക്കൊപ്പം തന്നെ കലാപ്രതിഭകളുടെ പ്രകടനങ്ങൾക്കുമുള്ള സജ്ജീകരണം 24 ഒരുക്കിയിട്ടുണ്ട്. പ്രേക്ഷകർ 24ൽ തന്നെ കലോത്സവ വാർത്തകൾ കാണാൻ എത്തണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ അപാകത ചൂണ്ടിക്കാട്ടിയ ജീവനക്കാരന് സസ്പെൻഷൻ. വൈക്കം മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പി ജയകൃഷ്ണനെതിരെയാണ് പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത്. കർഷകരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ഫോണിൽ ശേഖരിക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ 24 വാർത്തയിലൂടെ പ്രതികരിച്ചതിനാണ് സസ്പെൻഷൻ. ആ റിപ്പോർട്ടിലേക്ക്. പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന പദ്ധതിക്കായി സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് നടത്തുന്ന വിവരശേഖരണത്തിലെ അപാകതകളാണ് പി ജയകൃഷ്ണൻ പുറത്തെത്തിച്ചത്. സർവേ ജോലികൾക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ടാബ്ലറ്റോ മൊബൈൽ ഫോണോ ലഭ്യമാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം മറികടന്ന വിവരങ്ങൾ സ്വകാര്യ ഫോണിൽ ശേഖരിക്കാനായിരുന്നു വകുപ്പിന്റെ തീരുമാനം. കർഷകരുടെ വ്യക്തിവിവരങ്ങൾ സ്വകാര്യ ഫോണിൽ ശേഖരിക്കുന്നത് അശാസ്ത്രീയമാണെന്ന് 24 വാർത്തയിലൂടെയാണ് ജയകൃഷ്ണൻ വ്യക്തമാക്കിയത്. വകുപ്പിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈക്കം മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പി ജയകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് ഡയറക്ടർ വി രാമചന്ദ്രനാണ് ഇന്നലെ സസ്പെൻഷൻ ഓർഡർ കൈമാറിയത്. ഉത്തരവിനെതിരെ പ്രതിഷേധിക്കുന്നവരെ സ്ഥലം മാറ്റി ഭീഷണിപ്പെടുത്തുകയാണെന്നും ജയകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. തൊട്ടു പിന്നാലെയാണ് പ്രതികാര നടപടിയുമായി സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് രംഗത്തെത്തിയത്. സസ്പെൻഷനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജയകൃഷ്ണൻ അറിയിച്ചു. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്കൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയാണ് നടപടിക്ക് വിധേയനായ പി ജയകൃഷ്ണൻ. 24 കോട്ടയം. പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയ യുവാക്കൾക്ക് വിദേശത്ത് തൊഴിലവസരം ലഭിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 48 യുവാക്കൾക്കാണ് ജോലി ലഭിച്ചത്. തൊഴിലവസരം ലഭിച്ചവർക്കുള്ള വിസ അങ്കമാലി എക്സ്പോ എയർ അക്കാദമിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി AK ബാലൻ വിതരണം ചെയ്തു. തൊഴിൽ സ്വപ്നങ്ങൾ പൂവണിഞ്ഞവർ ഇനി പറന്നുയരും. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ 3 മാസത്തെ തൊഴിൽ പരിശീലനത്തിന് ശേഷമാണ് പട്ടികജാതി വിഭാഗത്തിലെ 48 യുവാക്കൾ വിദേശ തൊഴിലെന്ന സ്വപ്നദൂരത്തിലേക്ക് പറന്നുയരുന്നത്. കൂടെ നിന്നവരോടും ചേർത്ത് പിടിച്ചവരോടും മനസ്സ് തുറന്ന് നന്ദി പറയുന്നു ഇവർ. ഏകദേശം 1 മാസത്തോളം ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വിസ കാര്യങ്ങളെല്ലാം ലഭിച്ചു. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള വിദേശത്ത് നമ്മൾ എങ്ങനെ ജോലി ചെയ്യാമെന്നുള്ള ഒരു ടെക്നിക്കാണ് സത്യം പറഞ്ഞോട് പഠിപ്പിക്കുന്നത്. അങ്കമാലി എക്സ്പോ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AK ബാലൻ വിദേശ ജോലിക്കുള്ള വിസ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് കൈമാറി. ഞങ്ങൾ ഈ വർഷം തന്നെ 1000 SC STയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വിദേശത്തേക്ക് പറഞ്ഞയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 248 പേരെ ആദ്യം പറഞ്ഞയച്ചു. ഇപ്പം 48 പേരെ കൂടി പറഞ്ഞയക്കുകയാണ്. മക്കൾക്ക് ലഭിച്ച തൊഴിലവസരത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് രക്ഷിതാക്കൾ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണിത്. അപ്പം ഇങ്ങനൊരു ചാൻസ് കിട്ടിയത് ഭയങ്കര സന്തോഷം തന്നെ. ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതൊരു വളരെ സന്തോഷം തന്നെ. അവർ പോയി നന്നാവട്ടെ എന്നുള്ളൊരു മനസ്സ്. പട്ടികജാതി വികസന വകുപ്പും അങ്കമാലി എക്സ്പോ അക്കാദമിയും ചേർന്നാണ് തൊഴിൽ പദ്ധതി ഒരുക്കിയത്. 24 കൊച്ചി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കാഴ്ചക്കാരെ ആശങ്കയിലാഴ്ത്തി മോക്ക് ഡ്രിൽ അരങ്ങേറി അല്ലേ? എന്തായിരുന്നു അത്? നോക്കട്ടെ. മേൽവാർഡിൽ തീപിടുത്തമുണ്ടാക്കുകയും ഫയർഫോഴ്സിന്റെ സഹായത്തോടെ രോഗികളെ രക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് മോക്ക് ഡ്രിൽ അരങ്ങേറിയത്. അരമണിക്കൂർ സമയം മോക്ക് ഡ്രിൽ കാഴ്ചക്കാരെ പരിഭ്രാന്തിയിലാഴ്ത്തുകയും ചെയ്തു. അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ആശുപത്രിയിൽ തീപിടിച്ചു എന്നറിഞ്ഞ ഉടൻ രോഗികളെ സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് അഗ്നിശമന സേന സജ്ജമായി. വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസും തയ്യാറായി. പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി ആശുപത്രി അധികൃതരും ഒരുങ്ങി. സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ മോക്ക് ഡ്രില്ലാണ് അരമണിക്കൂർ ആശങ്ക പടർത്തിയത്. കോഡ് റെഡ് എന്നുള്ളൊരു ഒരു ടെക്നിക്കൽ ടൈമാണ് നമ്മളിന്ന് തീ പിടിച്ചെന്നെ നമ്മളിന്നിവിടെ പറഞ്ഞത്. അപ്പം കോഡ് റെഡ് അനൗൺസ് ചെയ്യുമ്പം ഈ ആശുപത്രിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കണം, എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് നടത്തിയത്. എല്ലാ 3 മാസവും മോക്ക് ഡ്രില്ല് നടത്തി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുകയും ഇനിയൊരു അത്യാഹിതം എന്തെങ്കിലും ഉണ്ടായാൽ പോലും അത് വളരെ വിജയകരമായി തരണം ചെയ്യാനുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് ഇവിടെ നടത്തിയത്. അപകട സാഹചര്യങ്ങൾ മുന്നൊരുക്കത്തോടെ എങ്ങനെ നേരിടണമെന്നായിരുന്നു പരിപാടിയുടെ ലക്ഷ്യമെന്ന് പോലീസ് ഇൻസ്പെക്ടർ ബിനുകുമാർ അറിയിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, KSEB, ജലവിഭവ വകുപ്പ്,
കൊട്ടാരക്കര നഗരസഭ എന്നിവയുടെ പങ്കാളിത്തത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഫയർഫോഴ്സിന്റെ സഹായത്താൽ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നതിനും തീയണയ്ക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ക്ലാസുകളും നടന്നു. 24 കൊല്ലം. ഇന്ന് വാർത്തയിൽ നിറഞ്ഞു നിന്നത് മറാത്ത രാഷ്ട്രീയം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന മണിക്കൂറിലും മറാത്ത രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. ഒപ്പം തന്നെ വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് ബോംബെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. ഇപ്പോൾ കളി ഡൽഹിയിലേക്ക് മാറിയിരിക്കുന്നു, അല്ലേ റിജിത്ത്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജിത് പവാറിന് ഇനിയും കൂടുതൽ പേരെ ഒപ്പം നിർത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരൊക്കെ എന്തൊക്കെ മനസ്സിൽ സൂക്ഷിച്ചാണ് ഇപ്പോൾ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധമുള്ള സാഹചര്യമാണുള്ളത്. എന്തായാലും മഹാരാഷ്ട്രയ്ക്ക് ഡെഡ്ലൈൻ പ്രഖ്യാപിച്ചിരിക്കുന്നു സുപ്രീം കോടതി. നാളെ 10:30 എത്ര MLA-മാർ പിന്തുണയ്ക്കുന്നുവെന്ന കത്തും ഡീറ്റെയിൽസും സുപ്രീം കോടതിയിൽ ഹാജരാക്കണം. 10:30 വീണ്ടും വാദം കേൾക്കും. വാദം തുടരുമ്പോൾ അജിത് പവാറിന്റെ കയ്യിൽ തന്നെ പിന്തുണയ്ക്കുന്ന എത്ര NCP MLA-മാരുടെ പിന്തുണക്കത്തുണ്ടാവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതും ഈ മണിക്കൂറുകളിൽ. വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ കൂടി വരാനുണ്ട്. ന്യൂസ് ട്രാക്ക് 1710 ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വൈകുന്നേരം 7 മണിക്ക് 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്തകളുമായി ന്യൂസ് ട്രാക്ക് 1710 എത്തും.